ഞാൻ രാവിലെ ഒരു 10 മണി കഴിഞ്ഞപ്പോൾ തന്നെ ലുലുവിൽ പോയി മീൻ വാങ്ങി വന്നു. ഞാൻ അവിടെ പോകുന്നത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ മീൻ വാങ്ങിക്കാനാണ്. ചൂര മീനാണ്. അവിടെ ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്. വാലിൻ്റെ ഭാഗമാണ് കേട്ടോ. സാധാരണ പോകുമ്പോഴൊക്കെ മിഡിൽ പോർഷനൊക്കെ കിട്ടാറുണ്ട്. ഇപ്പോൾ പോയപ്പോൾ എനിക്ക് ഈ ഭാഗമാണ് കിട്ടിയത്. അടിപൊളി. കട്ടിയാ പകുതി മാത്രമേ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കാനായിട്ട് മാറ്റി വെച്ചു. നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. തൊലിയൊന്നും എന്നെക്കൊണ്ട് കളയാൻ അറിയത്തില്ല കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് കളയാറില്ല. അഥവാ ഞാൻ തൊലി കളഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫ്ലഷ് എല്ലാം ഇല്ലാതായി പോവും. അതുകൊണ്ടാണ് അത് കളയാത്തത്. അരപ്പ് നേരത്തെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കറി റെഡിയായി. ഇവിടെ പൂച്ചയുള്ളതുകൊണ്ട് ഞാൻ കൈയോടെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ എപ്പോഴോ വാങ്ങി വെച്ച ഒരു മീൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം നഷ്ടം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ആദ്യമേ എടുത്തങ്ങ് വെച്ചു. വൈകിട്ടായപ്പോൾ ഇതാ ചായയൊക്കെ റെഡിയാക്കി മോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു കപ്പ് കേക്ക് വാങ്ങിയായിരുന്നു. അപ്പോൾ അത് കൊടുക്കുവാണ് പുള്ളിക്കാരത്തേക്ക്. എന്ത് കണ്ടാലും ഭയങ്കര സന്തോഷമാണ്, എക്സൈറ്റ്മെൻറ്റാണ്. അതിപ്പോൾ കാണാം. അതാ ഇരിക്കുകയാണ്. എന്തോ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് ആദ്യമേ തന്നെ. അതാ കേക്ക് കണ്ട് മൊത്തം എന്താ ക്രീമാണോ? ഇപ്പോൾ കണ്ടത് കേക്ക് കിട്ടിയ സന്തോഷമാണ്. അതിൽ നിന്നും വൈകിട്ടായപ്പോൾ ഞങ്ങൾ പിന്നെ അമ്പലത്തിലോട്ട് പോന്നു. അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഇറങ്ങിയപ്പോൾ ഒരുപാട് ഇരുട്ടിപ്പോയി. പേരുകേട്ട വലിയ അമ്പലമാണ്. ആനവാൽ പിടിയൊക്കെ നടക്കുന്ന ഒരു അമ്പലമാണിത്. വലിയ അന്നദാനങ്ങളുണ്ട്, അതുപോലെ പരിപാടികളുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങളിവിടെ തിരുവാതിരയൊക്കെ കാണാൻ വന്നിരുന്നു. ഒത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോട്ട് വന്നു. എല്ലാ തേഴ്സ്ഡേയും ഞാൻ ഈ അമ്പലത്തിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നും അവിടെ വന്നത്. അവിടെ പിന്നെ ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ വീട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.